നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയ ഒമാന്റെ തെക്കൻ മേഖലയായ ദോഫാറിൽ ശക്തമായ മഴ തുടരുന്നതായി റിപ്പോർട്ട്. സലാലയിലെ മിർബാത്തിൽ വെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയ വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെ ഒമാൻ ദുരന്ത നിവാരണ സേന അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തി. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒമാനിൽ ഇന്നലെ തുടങ്ങിയ മഴ നാളെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ പെയ്യുവാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരമാലകൾ 4 മുതൽ 5 മീറ്റർ ഉയരത്തിൽ ആഞ്ഞടിക്കുന്നത് മൂലം അപകട സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ വാതികൾ മുറിച്ചു കടക്കുന്നത് സുരക്ഷാ നിർദ്ദേശം അനുസരിച്ച് മാത്രം ആയിരിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.